So, hi students, നമുക്ക് ഇന്ന് ഫിസിക്സിലെ ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ കൺഫ്യൂസിംഗ് ആയിട്ടും തോന്നുന്ന സ്റ്റുഡൻസിന് ഒരുപാട് സ്റ്റുഡൻസിന് വളരെ കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുന്ന ഒരു പോർഷൻ എടുക്കാം. ദാറ്റ് ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. കണ്ടോ, ഇത് ഒരുപാട് സ്റ്റുഡൻസിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. നമുക്ക് ഒരുപാട് സ്റ്റുഡൻസ് കൺഫ്യൂഷൻ ആവുന്ന ടോപ്പിക്കാണ്. അപ്പോൾ അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള നമ്മുടെ ക്രിസ്മസ് എക്സാമിനും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവൽ എക്സാമിനും വരാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കോൺസെപ്റ്റ് എന്ത് ചെയ്യണം, ക്ലിയർ ആക്കും. ഓക്കെ അല്ലേ, നമ്മൾ തിയറിക്കകത്ത് പഠിച്ചായിരുന്നു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണെന്ന്. പക്ഷെ നമുക്കൊന്നും കൂടെ എന്ത് ചെയ്യാം, നമ്മുടെ കോൺസെപ്റ്റ് ക്ലിയർ ആക്കിയിട്ട് നമുക്ക് വരാൻ ചാൻസ് കൂടുതലുള്ള പ്രോബ്ലം എന്ത് ചെയ്യാം, നമുക്ക് സോൾവ് ചെയ്യാം. നോക്കാം നമുക്ക്. നോക്കിയേ, അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നതാണ് ഫൈൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഗ്ലാസ്. അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ കോൺസെപ്റ്റ് ഒന്ന് ചെറുതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, നോക്കാം. നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ല, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ബേസിക് ഡെഫിനേഷൻ അല്ല, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ബേസിക് ഡെഫിനേഷൻ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ അല്ലേ നമ്മൾ നോട്ട് ചെയ്യുന്നത് എങ്ങനെ എൻ വെച്ചിട്ടാണ്. റിഫ്രാക്റ്റീവ്സിൻ്റെ ബേസിക് ഡെഫിനേഷൻ എന്താ, വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എയർ അല്ലേ, വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എയർ. നമ്മൾ തിയറിയിൽ പഠിച്ചതാണ്, നമുക്ക് ഒന്നും കൂടെ എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാം. വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എയർ ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയം അല്ല, വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം. കണ്ടോ, ഏത് മീഡിയത്തിലോട്ടാണ് കടന്നു പോകുന്നത് അതായിരിക്കും എന്തെന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം. ഓക്കെ അല്ലേ, ഇതിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എയർ എല്ലാവർക്കും അറിയാവുന്ന വിച്ച് ഇസ് റെപ്രസെന്റഡ് ബൈ സി ബൈ നമുക്ക് എന്ത് ചെയ്യാം, വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം എന്ന് വെച്ചാൽ എന്താ, വി എന്ന് എഴുതാം. ഓക്കെ അല്ലേ, വി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് മീഡിയത്തിൻ്റെ കൂടെ ആണോ ലൈറ്റ് കടന്നു പോകുന്നത് ആ ലൈറ്റിന്റെ വെലോസിറ്റി, ആ മീഡിയത്തിൽ കൂടെ കടന്നു പോകുമ്പോഴുള്ള ലൈറ്റിന്റെ വെലോസിറ്റി ആണ് എന്തെന്ന് പറയുന്നത് വി. So this is a simple definition of refractive index. That is നമുക്ക് എന്താ പറയുക, it is a ratio between velocity of light in air divided by velocity of light in that medium. Okay, നമുക്ക് വേണമെങ്കിൽ NM എന്നൊക്കെ കൊടുക്കാം അല്ലേ. NM എന്ന് കൊടുക്കുമ്പോൾ refractiveness of that medium, that means the velocity of light in that medium, ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് M ഞാൻ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഈ മീഡിയത്തിലെ റിഫ്രാക്റ്റീവ്നെസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം. ഓക്കെ, ഓക്കെ ആണല്ലോ. ഇനി സിയുടെ വാല്യൂ ഒക്കെ നമുക്കറിയാം. സിയുടെ വാല്യൂ എന്താ, 3 ഇൻറ്റു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ എന്താ, 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ അല്ലേ. ഓക്കെ, എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ അല്ലേ, ഈ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഓക്കെ, അവർ പറഞ്ഞിരിക്കുന്നത് എന്താ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ആണ് കണ്ടുപിടിക്കുന്നത്. അവർ ക്വസ്റ്റ്യനകത്ത് ഒരു കാര്യം കൂടെ തന്നിരിക്കും, വെലോസിറ്റി ഓഫ് എന്താ ഗ്ലാസ്, വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ്, വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ്. ഇതും കൂടെ എന്ത് ചെയ്യും, നമുക്ക് തന്നിരിക്കുക. അത് എത്രയാണ്, 2 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. കണ്ടോ, ഇതും കൂടെ തന്നിരിക്കും. ദിസ് ഈസ് ഒന്നും കൂടെ എഴുതി നമുക്ക് നോക്കാം. വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ, കണ്ടോ, വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എവിടാണ്, ഗ്ലാസിൽ കൂടെ. കണ്ടോ, വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാം അല്ലെ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാമല്ലോ. ഗ്ലാസിന്റെ കണ്ട വെലോസിറ്റി എന്തൊക്കെ തന്നിട്ടുണ്ട്, കണ്ട സി നമുക്കറിയാം, സി ഈസ് ഈക്വൽ ടു എന്താ, 3 × 10⁸ 3 × 10⁸ എന്താ 8 മീറ്റർ പെർ സെക്കൻഡ് അല്ലെ. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. സി ഈസ് ഈക്വൽ ടു 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ആൻഡ് വെലോസിറ്റി ഓഫ് ദ ഗ്ലാസ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ദ ലൈറ്റ് ഇൻ ദ ഗ്ലാസ് ഈസ് ഈക്വൽ ടു 2 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഇക്വേഷൻ എന്താ അല്ലെ, ഇക്വേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ പാരാമീറ്റേഴ്സ് എഴുതണം. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ, എന്നാണ് കണ്ടുപിടിക്കേണ്ടത്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എന്താ ഗ്ലാസ്, ഇങ്ങനെ കൂടെ എഴുതാം അല്ലെ. അപ്പം NG ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, NG ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ പറയാം, വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എയർ ഡിവൈഡ് ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം. അതുകൊണ്ട് VG എന്ന് എഴുതി, അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ. ഇനി സാർ നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് C ആൻഡ് VG. ദാറ്റ് ഇപ്പം നമുക്ക് എന്ത് കിട്ടും, ആ സമയത്ത് നമുക്ക് എന്ത് കിട്ടും, 3 × 10⁸ സോറി 3 × എന്താ 10⁸ 3 × 10⁸ divided by 2 × 10⁸ അല്ലേ. 2 × 10⁸ cancel out, we will get 3/2. The value of 3/2 is equal to 1.5. കണ്ടോ, 1.5 യൂണിറ്റ് വല്ലതും ഉണ്ടോ. We know that refractive index is a unitless or dimensionless quantity അല്ലേ, യൂണിറ്റ് ഇല്ലാത്ത ക്വാണ്ടിറ്റി ആണ്. നമുക്ക് അവസാനം ഉത്തരം എന്തോ കിട്ടി, 1.5. ഓക്കെ അല്ലേ, നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എന്ത് കിട്ടി, ഗ്ലാസ് കിട്ടി അല്ലേ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഗ്ലാസ്. ഓക്കെ അല്ലേ, നമ്മൾ എന്ത് ചെയ്ത്, നമുക്കറിയാം, നമ്മുടെ ഇക്വേഷൻ അറിയാം. എന്താണ് ഇക്വേഷൻ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എയർ ഡിവൈഡ് ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം. നമ്മൾ എന്ത് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. അപ്പോൾ ഫൈൻഡ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഗ്ലാസ് എന്ന് ചോദിച്ചിട്ട് എന്ത് നമുക്ക് തരും, വെലോസിറ്റി ഓഫ് ദ ഗ്ലാസും കൂടെ തരും. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ
ഗ്ലാസ് കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഗ്ലാസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്ത് ക്ലിയർ ആയല്ലോ. ഇനി വി വിൽ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The refractive index of a kerosene is 1.44. Find the speed of light through the kerosene. കേട്ടോ, സ്പീഡ് ഓഫ് ദ ലൈറ്റ് ത്രൂ ദ കെറോസിൻ. നമുക്ക് നോക്കാം, ശരിയല്ലേ? എന്തൊക്കെ തന്നിട്ടുണ്ട് നോക്കിക്കേ. They are given the refractive index of the kerosene that is equal to 1.44 and they are given the അല്ലേ 1.44. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? V കണ്ടുപിടിക്കണം. വെലോസിറ്റി ഓഫ് ലൈറ്റ് ത്രൂ ദ കെറോസിൻ അല്ലെ, സ്പീഡ് ഓഫ് ദ ലൈറ്റ് ത്രൂ ദ കെറോസിൻ കണ്ടുപിടിക്കണം. C നമുക്കറിയാം, C is equal to 10 raised to 3 into 10 raised to 8 meter per second. We know that the value of C is equal to 3 into 10 raised to 8 meter per second. Now we have to എന്ത് ചെയ്യണം? നമ്മൾ we have to substitute അല്ലേ. നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്കറിയാം n is equal to എന്താ? n is equal to C by V ആണെന്ന് അറിയാം അല്ലേ. n is equal to C by V. വേണമെങ്കിൽ ഇവിടെ k ഒക്കെ കൊടുക്കാം അല്ലേ. എന്നാലും ചെയ്യാം. n is equal to എന്താ? C by V. n എത്ര? 1.44 and the C is equal to 3 into 10 raised to 8. Then we don't know the value of V. അല്ല, V എന്ത് ചെയ്യും? നമ്മളോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. Now we will able to find out the value of V. അല്ലേ, നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരാം. 1.44 എന്ത് ചെയ്യാം? അതാണ് റൈറ്റ് സൈഡിലോട്ട്. V താഴെയായിരുന്നു, ഇവിടെ വന്നപ്പോൾ മുകളിലായി. ഇത് മുകളിലായിരുന്നു, ഇവിടെ വന്നപ്പോൾ താഴെയായി. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 3 into 10 raised to 8 divided by 1.44. കണ്ടോ? This is the velocity of light through the kerosene. Now നമുക്ക് എന്ത് ചെയ്യും? ഇതിനെ സോൾവ് ചെയ്തെടുക്കാം അല്ല. ഇതിന്റെ നമുക്ക് എന്ത് ചെയ്യാം? വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് നോക്കാം. നോക്കിക്കേ, എത്ര വരും? V is equal to 3 into 10 raised to 8 അല്ലേ. ഈ 1.44നെ നമുക്ക് എങ്ങനെ എഴുതാം? 1.44നെ 144 ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതാമല്ലോ അല്ലേ. 144 by 100. We can write 1.44 as 144 by 100. ഓക്കെ അല്ലേ. ഇനി 100 എന്ത് ചെയ്യും? 100 എങ്ങോട്ട് പോകും? മുകളിലോട്ട് പോകും അല്ലേ. അല്ലേ, ശരിയല്ലേ? 100 മുകളിലോട്ട് പോകും. അല്ലെങ്കിൽ നമുക്ക് വേണ്ട സംശയം അല്ലേ. 100 എന്ത് ചെയ്യും? ഇപ്പം എന്ത് ചെയ്യും? ഇതിനെ നമ്മൾ 100 by 1 എന്ന് എഴുതാം. ഇന്നിപ്പോൾ എന്ത് ചെയ്യും? 3 into 10 raised to 8 ശരിയല്ലേ ബൈ 144 ഇൻറ്റു എത്ര വരും? 1 by 100 അല്ലേ. ഇൻറ്റു 1 by 100. ഇപ്പം നമുക്ക് എത്ര കിട്ടും നോക്കിക്കേ? 3 by 144 ഇൻറ്റു 10 raised to 8 divided by 100 അല്ലേ. എങ്ങനെ വരും? നമുക്ക് 3 by 144 ഇൻറ്റു എത്ര ആയിരിക്കും? 3 by 144 ഇൻറ്റു ഇത് തമ്മിൽ ക്യാൻസൽ ചെയ്യപ്പോൾ എത്ര വരും? 10 raised to 6. കണ്ടോ? ഇതായിരിക്കും എന്തെന്ന് പറയുന്നത് നമ്മുടെ വെലോസിറ്റി എന്ന് പറയുന്നത്. 3 by 144 ഇൻറ്റു 10 raised to 6 മീറ്റർ പെർ സെക്കൻഡ്. ശരിയല്ലേ? ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വെലോസിറ്റി കിട്ടി. ശരിയല്ലേ? നമുക്ക് എന്ത് കിട്ടി? നമുക്ക് വെലോസിറ്റി കിട്ടി. വെലോസിറ്റി ഓഫ് ദ ലൈറ്റ് ത്രൂ ദ കെറോസിൻ. ബേസിക് ഇക്വേഷൻ എന്താ? ബേസിക് ഇക്വേഷൻ n is equal to C by V. കണ്ടോ? മറക്കരുത്, n is equal to എന്താ? C by V. അപ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം. കണ്ടോ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സും വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയവും തമ്മിലുള്ള ഏത് ചോദ്യം ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് കണ്ണും പൂട്ടി എന്ത് ചെയ്യാം? നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ല. ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഏത് പാരാമീറ്റർ ആണോ അവർ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് ആ പാരാമീറ്റർ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. ഇനി അടുത്ത കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്നത് ഏതാണെന്ന് നോക്കാം. നമുക്ക് കൺഫ്യൂഷൻ ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ട്. കണ്ടോ? ഒരു റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്. ഇതെന്തായിരുന്നു? ഇത് സാധാ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരുന്നു അല്ലേ. ഒരു മീഡിയം ഉള്ളൂ. ഇവിടെ ഏത് മീഡിയം ഉള്ളൂ? കെറോസിൻ എന്ന് പറയുന്ന ഒരു മീഡിയം ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ചു. ഇതിനെ പറയുന്ന പേരാണ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയും. ഓക്കെ, അതൊക്കെ പോട്ടെ. അപ്പോൾ ഒരു മീഡിയം ഉള്ളെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ഈ ഇക്വേഷൻ മാത്രം എന്ത് ചെയ്താൽ മതി? നമുക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എന്ത് ചെയ്താൽ മതി? നമ്മൾ അപ്ലൈ ചെയ്താൽ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ട് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ. കണ്ടോ? ഇതാണ് നമുക്ക് എന്തെന്ന് പറയുന്നത്? ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയും. കണ്ടോ? റിലേറ്റ് ചെയ്തിട്ടുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. കണ്ടോ? ആരുടെ കണ്ടുപിടിക്കണം? ഡയമണ്ട് കണ്ടുപിടിക്കണം. വെറുതെ കണ്ടുപിടിച്ചാൽ മതിയോ? വി ഹാവ് ടു റിലേറ്റ് ഇറ്റ് ടു ദ വാട്ടർ അല്ല. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഡയമണ്ട് റിലേറ്റ് ടു ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ വാട്ടർ. നമുക്ക് അതിനെ എന്ത് ചെയ്യണം? നമുക്ക് കണ്ടുപിടിക്കണം. അതിനെ വിളിക്കുന്ന പേരാണ്, ഒരെണ്ണത്തിനെ വെച്ചിട്ട് റിലേറ്റ് ചെയ്തിട്ട് അടുത്ത മീഡിയത്തിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. നോക്കാം നമുക്ക് അതിന്റെ ബേസിക് കോൺസെപ്റ്റ് നോക്കാം. നോക്കി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം. കണ്ടോ? ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം. അതിന് എന്താണ് പറയുന്നത്?
നമ്മുടെ നോട്ടിനകത്ത് എന്താ പറയുന്നത്? That is equal to, that is a ratio between the refractive index of second medium divided by refractive index of the first medium. കണ്ടോ? നോക്കിയേ, റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ സെക്കൻഡ് മീഡിയം ടു ദ ഫസ്റ്റ് മീഡിയം അല്ലേ? റിലേറ്റീവ് ഇൻഡെക്സ് ഓഫ് ദ സെക്കൻഡ് മീഡിയം ടു ദ ഫസ്റ്റ് മീഡിയം ഇസ് എ റേഷ്യോ ബിറ്റ്വീൻ, നമുക്ക് എന്തോ എഴുതാം? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ സെക്കൻഡ് മീഡിയം ടു ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഫസ്റ്റ് മീഡിയം. ഓക്കെ അല്ലേ? അല്ലേ? ഇതെന്താ? റിഫ്രാക്റ്റീവ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം. അതിന് എങ്ങനെ എഴുതാം? റേഷ്യോ ബിറ്റ്വീൻ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഫസ്റ്റ് മീഡിയം. ഇനി നമുക്കറിയാം N2 ഈസിക്കൽ ടു എന്തായിരിക്കും? C/V2 നമുക്കറിയാം, ശരിയല്ലേ? N2 നമ്മൾ പഠിച്ച N2 ഈസിക്കൽ ടു എന്താ? C/V2. N1 എന്താ? C by അല്ല അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ല, C/V1. ഇനി എന്ത് കിട്ടും? C/V2 ഇൻറ്റു V1/C. നൗ യു വിൽ ക്യാൻസൽ C അല്ലേ? നമുക്ക് എന്ത് കിട്ടും? V1/V2. കണ്ടോ? അപ്പം N21 ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ പറയാം? V1/V2. ഓക്കെ അല്ലേ? ശരിയല്ലേ? N21 ഈസ് ഈക്വൽ ടു എന്താ? V1/V2. ഓക്കെ അല്ലേ? V1/V2. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം അല്ല. ഇനി നോക്കിക്കേ ഇക്വേഷൻ. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഡയമണ്ട് അല്ല. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഡയമണ്ട് വിത്ത് റെസ്പെക്ട് ടു ദ വാട്ടർ അല്ല. വിത്ത് റെസ്പെക്ട് ടു വാട്ടർ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഡയമണ്ട് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ. നോക്കാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? എങ്ങനെ? N21 ഈസ് ഈക്വൽ ടു N2/N1 അല്ലേ? അപ്പോൾ എന്തായിരിക്കും റിലേറ്റീവ് അല്ലേ? ദാറ്റ് ഈസ് എ റേഷ്യോ ബിറ്റ്വീൻ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എന്തൊക്കെയാ? ND/, ഇങ്ങനെ എഴുതാമല്ലോ. ND/ എന്താ? NW. നമുക്ക് ചെയ്യാം. ഇപ്പൊ ND/NW എന്താ? നമുക്ക് അറിയാമല്ലോ. C/ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എന്താ? ഡയമണ്ട്. അതിനെ VD എന്ന് എഴുതി അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? C/NW എന്താ? C/ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ. ഓക്കെ അല്ലേ? നമ്മൾ മുമ്പേ അത് എന്താ നമ്മൾ പ്രൂവ് ചെയ്തേ അല്ലേ? നമ്മൾ എന്ത് ചെയ്ത്? നമ്മൾ പ്രൂവും കൂടെ ചെയ്തതാണ്. N2 അല്ലേ വന്നതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഞാനത് ക്ലിയർ ആക്കാൻ വേണ്ടി ഒന്നും കൂടെ നമ്മൾ ചെയ്യുന്നതെന്നുള്ളൂ അല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യും? C/ വെലോസിറ്റി ഓഫ് ഡയമണ്ട്. പിന്നെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ ഡിവൈഡഡ് ബൈ C അല്ലേ? സിയും ക്യാൻസൽ. വി വിൽ ഗെറ്റ് വെലോസിറ്റി ഓഫ് വാട്ടർ ഡിവൈഡ് ബൈ വെലോസിറ്റി ഓഫ് ഡയമണ്ട്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, നമുക്ക് NdW എന്ത് കിട്ടി? NdW ഈസ് ഈക്വൽ ടു എന്താ? വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ ഡിവൈഡ് ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ഡയമണ്ട്. ഇത് രണ്ടും എന്ത് ചെയ്യും? നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ചെയ്യും? തന്നിരിക്കും. രണ്ടും ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യും? തന്നിരിക്കും. നോക്കിക്കേ, ക്വസ്റ്റ്യനിൽ തരും VW ഈസ് ഈക്വൽ ടു 2.25 ഇൻറ്റു 10⁸. ഓക്കെ അല്ലേ? മീറ്റർ പെർ സെക്കൻഡ്. ആൻഡ് വെലോസിറ്റി ഓഫ് ഡയമണ്ട് ഈസ് ഈക്വൽ ടു 1.25 ഇൻറ്റു 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇത് രണ്ടും എന്ത് ചെയ്യും? നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇതിനോടൊപ്പം തരും. ദെൻ യു ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട്. നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? VW is equal to V, we know that 2.25 into 10⁸, and VD is equal to 1.25 into 10⁸. അല്ലേ? 10⁸ എന്ത് ചെയ്യും? Both of them will cancel each other. Then we will get നമുക്ക് ഇങ്ങോട്ട് ചെയ്യാം അല്ലേ? നമുക്ക് താണ്ട് ഇങ്ങോട്ട് ചെയ്യാം. നമുക്ക് എന്ത് കിട്ടും? 2.25 divided by 1.25 അല്ലേ? 1.25. ഇതിന് രണ്ടും ഡെസിമൽ സെയിം അല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് താണ്ട് ഇങ്ങനെ എഴുതാമല്ലോ. 225 divided by 125 അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? 5 വെച്ചിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലേ? 5 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരും? ഇതിനെ ക്യാൻസൽ ചെയ്യുമ്പോൾ 45 അല്ലേ? 45. ഇതിനെ ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? 25 അല്ലേ? 5 വെച്ച് ക്യാൻസൽ. വീണ്ടും ഇതിനെ എന്ത് ചെയ്യാം? 5 വെച്ച് ക്യാൻസൽ ചെയ്യാം. ദാറ്റ് വി വിൽ ഗെറ്റ് 9 divided by 5. ദാറ്റ് ഈസ് ദ ആൻസർ അല്ലേ? വി വിൽ ഗെറ്റ് ദ ആൻസർ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ പ്രോബ്ലവും പഠിച്ചു, റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ പ്രോബ്ലവും പഠിച്ചു. ഓക്കെ അല്ലേ? റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ കോൺസെപ്റ്റും പഠിച്ചു, അതെങ്ങനെ വന്നെന്നും പഠിച്ചു, അത് വെലോസിറ്റി ആയിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യുമെന്നും പഠിച്ചു, അത് വെച്ചിട്ട് പ്രോബ്ലവും പഠിച്ചു. പ്രോബ്ലത്തിൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ കോൺസെപ്റ്റ് ക്ലിയർ ആക്കി. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്ന നമ്മുടെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ടോപ്പിക് അല്ലേ? 10ൽ നമുക്ക് ഫീൽ ചെയ്യും ഒരു കോംപ്ലക്സ് ആണെന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമുക്ക് എന്ത് ചെയ്ത് നമ്മൾ ഈസി ആയിട്ട് നമ്മൾ സോൾവ് ചെയ്തു. ഓക്കെ, നമ്മൾ സോൾവ് ചെയ്തു. സോ ബെസ്റ്റ് ഓഫ് ലക്ക്.